ഹലോ നമസ്കാരം, വെൽക്കം ടു KAS Mentor. അപ്പോൾ എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ്റെ അവസാനത്തെ ഡേയ്സിലാണെന്നറിയാം. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LSGS എക്സാമായി. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള KAS Mentor ഭാഗത്തുനിന്നുള്ള മറ്റൊരു എഫേർട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിലും അതേപോലെ പേപ്പർ 1-ലുള്ള ഒരു മേജർ സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പേപ്പർ 2-ൽ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ്? പേപ്പർ 2-ൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട 2 അമെൻമെൻറ്റുകൾ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകളും അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന ഒരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റുള്ള ചോദ്യങ്ങൾ ഒന്നിലധികം നിർബന്ധമായി ഉണ്ടാവും. കാരണം നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒന്നിലധികം ഭാഗത്ത് പൊളിറ്റി, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അർബൻ ഗവേണൻസ്, അങ്ങനെ ഒന്നിലധികം സ്പെഷ്യൽ ടോപ്പിക് സബ്ജക്റ്റുകളിൽ കവർ ചെയ്യുന്നൊരു ഭാഗമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങളെന്ന് പറയുന്നത്. മാത്രമല്ല പേപ്പർ 1-ൽ 15 മാർക്കോളം വരുന്ന പൊളിറ്റിയിലും കോൺസ്റ്റിറ്റ്യൂഷനിലും എന്തുണ്ട്? ഇതേ ഭാഗമുണ്ട്. സോ ഈ വീഡിയോ കണ്ടേ നിങ്ങൾ എക്സാം എഴുതാൻ പോകാവൂ എന്ന് ഞാൻ പറയും. ഓക്കെ, സോ ഞാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കുവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പഞ്ചായത്തി രാജ്. അപ്പോൾ പഞ്ചായത്ത് രാജിന് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് എങ്ങനെയാവണം? നിങ്ങൾക്കറിയാം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെങ്കിൽ പഞ്ചായത്തുകൾ എലക്റ്റ് ചെയ്യുക, അതിന് വേണ്ട പവേഴ്സ് കൊടുക്കുക എന്നുള്ളതൊന്നും സ്റ്റേറ്റിൻ്റെ ഒരു ഒബ്ലിഗേഷൻ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഒബ്ലിഗേഷൻ ആവാതിരുന്നത്? കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഒറിജിനൽ പ്രൊവിഷൻ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 40-ലായിരുന്നു. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 40 എവിടെയാണ്? ആർട്ടിക്കിൾ 40 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4-ലാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിസിയബിൾ, അല്ലേ? നേരിട്ട് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലായില്ലെങ്കിൽ ജസ്റ്റിസിയബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിൾ 40 എന്താ പറയുന്നത്? പക്ഷേ ആർട്ടിക്കിൾ 40 ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു എങ്ങനെയായിരിക്കണം ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. എങ്ങനെയായിരിക്കണം? ദി സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്പ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആൻഡ് എൻഡോ ദം വിത്ത് സച്ച് പവേഴ്സ് ആൻഡ് അതോറിറ്റി ആസ് മേ ബി നെസറി ടു എനാബിൾ ദം ആസ് ഫങ്ഷൻസ് ഓഫ് ഓർ യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവേൺമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ സെൽഫ് ഗവേൺമെൻറ്റ് എന്നും, അല്ലെങ്കിൽ പഞ്ചായത്തുകൾ എന്തുകൊണ്ട് സെൽഫ് ഗവേണൻസ് ഉള്ള ഓർഗനൈസേഷൻസ് ആവണമെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഡീസെൻട്രലൈസേഷൻ പഠിക്കുമ്പോൾ അതെല്ലാം പഠിച്ചു കാണും. അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഇനീഷ്യലി നടപ്പാക്കപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ട് നടപ്പാക്കപ്പെട്ടിരുന്നില്ല? നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഒബ്ലിഗേറ്ററി പാർട്ടായിട്ട് അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് പല കമ്മീഷൻസിനെ വയ്ക്കുന്നു, ലോക്കൽ ഗവേണൻസിൻ്റെ പല എക്സ്പെരിമെൻറ്റ്സ് ഇന്ത്യയിൽ നടക്കുന്നു, എക്സ്റ്റൻഷൻ സർവീസ് പോലെ. പിന്നീട് അശോക് മേത്ത കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ വരുന്നു. അവസാനം പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇന്ത്യയിൽ നടപ്പാവുന്നു. അപ്പോൾ ഇത് നടപ്പാക്കാൻ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിലോട്ട് എത്തുന്നതിന് മുമ്പ് വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഈ ലോക്കൽ ഗവേണൻസ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെ സബ്ജക്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നറിയണം. ഷെഡ്യൂൾ 7-ൽ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൻ്റെ പവേഴ്സ് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റാണ് എന്ത്? ലോക്കൽ ഗവൺമെൻറ് എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ അക്രോസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് പഠിക്കുമ്പോഴും മുനിസിപ്പാലിറ്റി ആക്ട് പഠിക്കുമ്പോഴും എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പവേഴ്സ് കൊടുക്കുന്ന പോലെ ഒരു പഞ്ചായത്ത് രാജ് ഗവൺമെൻറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ അധികാരങ്ങളെല്ലാം കൊടുക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ അമെൻമെൻറ്റിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992, വേർ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് പാർട്ട് 9 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഒരു പാർട്ട് 9 ആഡ് ചെയ്തു. ആൻഡ് അതിൽ ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അല്ലെങ്കിൽ ഉണ്ട്, ഒരു പുതിയ ഷെഡ്യൂൾ കൂടെ ആഡ് ചെയ്തു. 11th ഷെഡ്യൂൾ നിങ്ങൾക്കറിയാം 29ഓളം സബ്ജക്റ്റുകൾ അതിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സബ്ജക്റ്റുകളിലാണ് പഞ്ചായത്തിന് അധികാരങ്ങളുള്ളത്, അല്ലെങ്കിൽ പഞ്ചായത്തിന് അധികാരങ്ങൾ എൻഡോ ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തിന് പറ്റുക. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓടിച്ച് കാണാം. നിങ്ങളുടെ മുന്നിൽ സമയം കുറവായതുകൊണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്ക് മാത്രം സ്ട്രെസ്സ് കൊടുക്കും. അതല്ലാത്ത ഭാഗങ്ങൾ ഞാൻ വേഗം നിങ്ങൾക്ക് വായിക്കുന്ന രീതിയിൽ അവിടെ വയ്ക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 243 വേർ ഡെഫിനിഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷന് എപ്പോഴും ചോദ്യം വരുമ്പോൾ UPSC പോലെയുള്ള എക്സാം ബോർഡുകൾ ചെയ്യുന്നൊരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ അറിവിനെ ചെക്ക് ചെയ്യൽ. ആർട്ടിക്കിൾ 243 ചില ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്നെന്താ? ഡിസ്ട്രിക്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഡിസ്ട്രിക്റ്റ് എന്നുള്ള അർത്ഥം. ആൻഡ് സെക്കൻഡ് തിങ് ഗ്രാമസഭ.
അപ്പോൾ ഗ്രാമസഭ എന്താണ് എന്നുള്ള ഡിഫിനിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് എന്നുള്ളതറിയാം. എഗെയിൻ ഇത് പഞ്ചായത്ത് രാജിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പഞ്ചായത്ത് രാജ് ആക്ടിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഗ്രാമസഭ ഡെഫിനിഷൻ വേർ ആ ഒരു പഞ്ചായത്ത് ഏരിയയിലെ ഇലക്ട്രൽ റോളിലുള്ള ആൾക്കാർ അവരാണ് എന്ത് ഗ്രാമസഭ എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ എവിടെ തന്നെയുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 243 എന്താ പറയുന്നത്? മീൻസ് എ ബോഡി consisting of person registered in the electoral rolls to a village comprised in the area of Panchayat at that village level. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം, ചോദ്യമായി വരും നിങ്ങൾക്ക്. ദെൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്താണ്? ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താ? ഗവർണർ ഒരു ഏരിയയെ, ഒരു വില്ലേജ് ഏരിയ, ഒരു ജില്ലയ്ക്കകത്തുള്ള വില്ലേജ് ഏരിയയെ ഒരു സ്പെസിഫൈ ചെയ്യും ഒരു ഇൻ്റർമീഡിയറ്റ് ഏരിയ ആയിട്ട്. അതായിരിക്കും ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത്. ദെൻ പഞ്ചായത്ത് എന്താണ്? പഞ്ചായത്ത് ആർട്ടിക്കിൾ 243 നമ്മളിനി കാണും. അതുപോലെ അത് ഏത് പേരിലായാലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ബോഡിയെ വിളിക്കുന്ന പേരാണെന്ത്? പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആൻഡ് പഞ്ചായത്ത് ഏരിയ എഗെയിൻ ഒരു ടെറിട്ടോറിയൽ കൺസെപ്റ്റ്. പഞ്ചായത്ത് ഏരിയ എന്ന ടെറിട്ടോറിയൽ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ കാരണം ഈ ടെറിട്ടോറിയൽ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്കറിയാം ലോകസഭയിലോട്ടുള്ള പോലെ ഒരു ടെറിട്ടോറിയൽ കൺസെപ്റ്റ് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ രാജ്യസഭയിലോട്ട് ആ ഒരു ടെറിട്ടോറിയൽ കൺസെപ്റ്റ് കാണില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു ടെറിട്ടോറിയൽ ഏരിയ എന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻസി അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ വാർഡുകളിൽ നിന്നുള്ള ഇലക്ഷൻ നടക്കുന്നത്. ആൻഡ് പോപ്പുലേഷൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ ലാസ്റ്റ് പ്രിസീഡിങ് സെൻസിൻ്റെ പോപ്പുലേഷനാണ്. ആൻഡ് വില്ലേജ് എന്ന് പറയുന്നത് ഗവർണർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഏരിയ വിളിക്കുന്ന പേരാണെന്ത്? ഗവർണർ നോട്ടിഫൈ ചെയ്യുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ വില്ലേജിൻ്റെ ഡെഫിനേഷനും ഗ്രാമസഭയുടെ ഡെഫിനേഷനും ഒക്കെ ആർട്ടിക്കിൾ 243 ഉണ്ടെന്നറിയാം. ആൻഡ് ആർട്ടിക്കിൾ 243 ഡിഫൈൻ ചെയ്ത ആ ഗ്രാമസഭയ്ക്കുള്ള അധികാരങ്ങൾ ഏതുവരെ ആകും നിങ്ങളിപ്പോൾ പഠിച്ചു കാണും. ഗ്രാമസഭയുടെ റൂൾസ്, ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ടിൽ അതൊന്നും എടുത്ത് വായിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്ത് പെസ ആക്ടിലും അതൊന്നെടുത്ത് നോക്കണം. രണ്ടും തമ്മിലൊരു കമ്പാരിസൺ നോക്കി വെച്ചോ. ചോദ്യം വരും, ഒരു ട്രൈബൽ ഏരിയയിലോട്ട് വരുമ്പോൾ, ഒരു ഷെഡ്യൂൾഡ് ഏരിയയിലോട്ട് വരുമ്പോൾ ഗ്രാമസഭ എങ്ങനെ കൂടുതൽ പവർഫുൾ ആകുന്നു. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതായാലും കാണാം. അപ്പോൾ ഗ്രാമസഭ എന്ത് തരം ഫങ്ഷൻസ് അല്ലെങ്കിൽ എത്രമാത്രം അധികാരങ്ങളുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 243A പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എത്രമാത്രം അധികാരം കൊടുക്കുന്നു അതായിരിക്കും ഒരു ഗ്രാമസഭയുടെ അധികാരങ്ങളെന്ന് പറയുന്നത്. സോ വെരി ക്ലിയർ ആണ്, സ്റ്റേറ്റ് ആണ് അതോറിറ്റി. ഗ്രാമസഭയായാലും പഞ്ചായത്തായാലും അവരെ എത്രമാത്രം അവർക്ക് സെൽഫ് ഗവേണൻസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആൻഡ് പഞ്ചായത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് ആർട്ടിക്കിൾ 243 നമ്മൾ മുമ്പ് പറഞ്ഞു, അതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. എങ്ങനെ പറയുന്നത്? സോ ആ വില്ലേജ് എന്ന ഗവർണർ പറഞ്ഞ ഡെഫിനിഷനിലുള്ള ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യണം? പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഒരു പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഡിസ്ട്രിക്ട് ലെവൽ ഒരു പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഒരു 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് കമ്പൽസറി. നമ്മൾ എക്രോസ് നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ കുറേ ഷാൾ ബി എന്നുള്ള പ്രൊവിഷൻസ് കാണും, ദർ ക്യാൻ ബി എന്നുള്ള പ്രൊവിഷൻസ് കാണും. സോ ദർ ഷാൾ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പൽസറി പ്രൊവിഷൻസ് ഓഫ് ദി 73rd and 74th Amendment Act. അതായത് ഒരു 3 ടയർ പഞ്ചായത്ത് രാജ്യം എന്നുള്ളത്, പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ളത് എന്താണ്? കമ്പൽസറി ആണ്. എക്സെപ്റ്റ് 20 ലക്ഷം പോപ്പുലേഷത്തിൽ താഴെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ. അപ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇന്ത്യയിലിപ്പോൾ സിക്കിം പോലെയുള്ള പല സ്ഥലങ്ങളിലും 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കാണാം. അപ്പോൾ ഈ 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലാത്ത പല ബാക്കി ഏരിയകളിലെല്ലാം എന്തായിരിക്കണം? 3 ടയർ ആയിരിക്കണം. വേർ വില്ലേജ് ലെവൽ വേണം, ഇൻ്റർമീഡിയറ്റ് ലെവൽ വേണം, ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ വേണം. ആൻഡ് പഞ്ചായത്തിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കണം? പഞ്ചായത്തിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ആർട്ടിക്കിൾ 243C ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, ഈ ഒരു 2 അമെൻമെൻറ്റിലെ ആർട്ടിക്കിൾസ് സ്ട്രെസ് ചെയ്ത് പഠിച്ചോ. കാരണം ഇതൊന്നൊരു ആർട്ടിക്കിൾ ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിക്കും, നിർബന്ധമായും ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ഗ്രാമസഭ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം ഒരു ചോദ്യത്തിനുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കോമ്പോസിഷൻ ഓഫ് ദി പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് ആർട്ടിക്കിൾ 243C പറയുന്നത് എന്താ? സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് മേ ബൈ ലോ മേക്ക് പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു കോമ്പോസിഷൻ ഓഫ് പഞ്ചായത്ത്. സോ ഒരു നിയമപ്രകാരം സ്റ്റേറ്റ് ഒരു നിയമപ്രകാരം ആണ് ഈ കോമ്പോസിഷൻ കൊണ്ടുവരേണ്ടത്. അവിടെയാണ് പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നത്, അല്ലേ? ആൻഡ് പക്ഷേ കോമ്പോസിഷൻ സ്റ്റേറ്റ് തീരുമാനിച്ചോട്ടെ, അവിടെ ചില കാര്യങ്ങൾ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുക. ഒന്നെന്താണ്? പ്രൊവൈഡഡ് ദാറ്റ് ദി റേഷ്യോ ബിറ്റ്വീൻ പോപ്പുലേഷൻ ഓഫ് എ ടെറിട്ടോറിയൽ ഏരിയ ടു എ പഞ്ചായത്ത് at any level and number of seats allocated to the panchayat filled by election so far as പ്രാക്ടിക്കബിൾ ബി സെയിം ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. നമ്മൾ ലോകസഭയെല്ലാം പഠിക്കുന്ന സമയത്ത് അവിടെയും സീറ്റിൻ്റെ അല്ലെങ്കിൽ കോമ്പോസിഷൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടു കാണും,
ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു സീറ്റ് എന്നുള്ള നിർബന്ധമൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോഡിയുടെ കാര്യത്തിൽ പറയുന്നില്ല. സെയിം ഗോസ് ഫോർ പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇവിടെയും ഒരു വാർഡിൽ നിന്ന് 2 മെമ്പർ വന്നാലൊന്നും കോൺസ്റ്റിറ്റ്യൂഷന് പ്രശ്നമില്ല. പക്ഷേ അത് ആരാ തീരുമാനിക്കേണ്ടത്? സ്റ്റേറ്റിന് പഞ്ചായത്ത് രാജ് ആക്ടിൽ ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വാർഡുകളിലെല്ലാം ഒരു മെമ്പർമാരെ എലക്ട് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ടെറിട്ടോറിയൽ ഏരിയയിൽ നിന്ന് സീറ്റ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയയുടെ പോപ്പുലേഷൻ ആനുപാതികമായിരിക്കണം. അത്രേ ആര് പറയുന്നുള്ളൂ? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുള്ളൂ. ദെൻ all seats in a panchayat shall be filled by direct election from territorial constituency. 2 കാര്യങ്ങൾ. ഒന്ന്, the election shall be direct, and second thing എന്താണ്? ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെ ഡീലിമിറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? എലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഈ 2 കാര്യങ്ങളും എന്ത് ചെയ്യാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ പറയാണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് മേ ബൈ ലോ മേക്ക് റെപ്രസെൻറ്റേഷൻ. ഈ ഒരു ഭാഗം ഇച്ചിരി നിങ്ങൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കണം. അതായത് ഒരു പഞ്ചായത്തിലെ റെപ്രസെൻറ്റേഷനിൽ ചില ആൾക്കാർക്ക് അവർ എലക്ട് ചെയ്ത് വരാത്ത ആൾക്കാരെയും ഉൾപ്പെടുത്താൻ സ്റ്റേറ്റിന് പറ്റും. ആർക്കൊക്കെ? ദി ചെയർപേഴ്സൺസ് ഓഫ് പഞ്ചായത്ത് അറ്റ് ദി വില്ലേജ് ലെവൽ, ഇൻ ദ പഞ്ചായത്ത് അറ്റ് ദി ഇൻ്റർമീഡിയറ്റ് ലെവൽ. ഇൻ ദ കേസ് നോട്ട് ഹാവിങ് ദി പഞ്ചായത്ത് അറ്റ് ദി ഇൻ്റർമീഡിയറ്റ് ലെവൽ, ഇൻ ദി പഞ്ചായത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വില്ലേജ് ലെവലിലെ പഞ്ചായത്തിലെ ചെയർപേഴ്സണ് എവിടെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും? ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കൊടുക്കും. ആൻഡ് പഞ്ചായത്ത് അറ്റ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഇല്ല എന്ന് വിചാരിക്കുക, ആൻഡ് ഡിസ്ട്രിക്ട് ലെവലിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും. എന്ത് ഇല്ല എന്ന് പറയാൻ നമ്മൾ മുമ്പ് പറഞ്ഞു. അവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആൻഡ് എന്താണ്? 20 ലക്ഷത്തിൽ താഴെയാണ് പോപ്പുലേഷൻ എങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇല്ലാത്ത പഞ്ചായത്താണെങ്കിൽ എവിടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം? ഡിസ്ട്രിക്ട് ലെവലിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ആൻഡ് ചെയർപേഴ്സൺസ് ഓഫ് പഞ്ചായത്ത് അറ്റ് ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇൻ ദ പഞ്ചായത്ത് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ. അതായത് ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സണ് വേണമെങ്കിൽ എവിടെ കൊടുക്കാം? ജില്ലാ പഞ്ചായത്ത് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ഇനി വേറെ 2 ജനപ്രതിനിധികളൂടെ എവിടെയുണ്ട്? നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന്, ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോകസഭയിൽ എലക്ട് ചെയ്യപ്പെട്ട MP-മാർ. 2, നമ്മുടെ നിയമസഭയിലോട്ട് അല്ലെ MLA ആയിട്ട് പോയ മെമ്പർമാർ. ഇവർക്കും പഞ്ചായത്തുകളിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതെന്ന് നോക്കിയേ? ദി മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി of the state representing constituencies which comprise the wholly or part of the panchayat area at a level other than the village level in such panchayat. So വില്ലേജ് ലെവൽ മാറ്റി നിർത്തി ബാക്കി 2 ലെവലും, ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലുണ്ട്, ജില്ലാ പഞ്ചായത്ത് ലെവലുണ്ട്. ഒരു MLA-യുടെയോ ഒരു ലോക്സഭാ MP-യുടെയോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പരിധിയിലുള്ള ഈ പഞ്ചായത്തുകളിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റിന് പറ്റും. പിന്നെയോ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി മനസ്സിൽ വന്നൊരു ഡൗട്ടായിരിക്കും അല്ലേ? രാജ്യസഭാ മെമ്പർ ആയാലോ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ ആയാലും എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരാൻ കാരണം നിങ്ങൾക്കറിയാം അവിടെ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അവർ രാജ്യസഭാ മെമ്പർമാരാണ്, സംസ്ഥാനത്തിലെ MLA-മാർ തിരഞ്ഞെടുത്ത് പോകുന്നു. അവർക്ക് എന്തില്ല? ഒരു ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. അവരെ എന്ത് ചെയ്യും? അവരുടെ കാര്യത്തിലും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ. എന്താ പറയുന്നത്? Members of the legislative council of state where they are registered as electors within a panchayat area at the intermediate level, in panchayat at the intermediate level, and panchayat at the district level, in panchayat at the district level. അപ്പോൾ ഇവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്തിലും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലും. എങ്ങനെ? അവരെവിടെയാണോ വോട്ടേഴ്സ് ആയിട്ടുള്ളത്, അവരുടെ പേര് എവിടുത്തെ ഇലക്ടർ റോളിലാണുള്ളത്, അവിടെ അവർക്ക് എന്ത് ചെയ്യാം? മെമ്പർഷിപ്പ് കൊടുക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വന്ന അടുത്തൊരു ഡൗട്ടായിരിക്കും ചെയർപേഴ്സനെ കുറിച്ചുള്ളത്. ചെയർപേഴ്സൺ ഓഫ് എ പഞ്ചായത്ത് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത് വെദർ ഓർ നോട്ട് ചോസൺ ബൈ ഡയറക്റ്റ് എലക്ഷൻ ഫ്രം ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ എ പഞ്ചായത്ത് ഏരിയ ഷാൾ ഹാവ് റൈറ്റ് ടു വോട്ട് ഇൻ ദ മീറ്റിംഗ്സ് ഓഫ് ദി പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഡയറക്റ്റ് എലക്ട് ചെയ്ത് വരുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു, ആൻഡ് ചെയർപേഴ്സൻ്റെ കാര്യം പറഞ്ഞു. ഇതിൽ ചെയർപേഴ്സൺ ഡയറക്റ്റ് എലക്ഷൻ ആവാം, ചെയർപേഴ്സൺ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആവാം, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പറയാം. അതുപോലെ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചില ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ പഞ്ചായത്തുകൾ ഉറപ്പിക്കാൻ സ്റ്റേറ്റിന് പറ്റും എന്നും നമ്മൾ പറഞ്ഞു. ഇവർക്കെല്ലാം എന്തുണ്ട്? റൈറ്റ് ടു വോട്ട് ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രൊസീഡിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ. കാരണം റൈറ്റ് ടു വോട്ട് ഇനി 73rd അമെൻമെൻറ്റ് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഓർത്ത് വെച്ചോ. ആൻഡ് ചെയർപേഴ്സൺ ഓഫ് എ പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ ഷാൾ ബി എലക്റ്റഡ് ഇൻ സച്ച് എ മാനർ ആസ് ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് മേ ബൈ ലോ ഡിറ്റർമിൻ. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഒരു വില്ലേജ് പഞ്ചായത്തിലെ, ഒരു ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചെയർമാൻ, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ, അതാരായിരിക്കണം
എന്നുള്ളത് സ്റ്റേറ്റാണ് നിയമം വഴി തീരുമാനിക്കുക. അപ്പോൾ അവിടെ ഡയറക്റ്റ് ഇലക്ഷൻ വേണോ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വേണോ എന്ന് ആർക്ക് തീരുമാനിക്കാം? സംസ്ഥാനത്തിന് തീരുമാനിക്കാം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം മെമ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. ആൻഡ് എ പഞ്ചായത്ത് അറ്റ് ദി ഇൻ്റർമീഡിയറ്റ് ലെവൽ ഓർ ദി ഡിസ്ട്രിക്ട് ലെവൽ ഷാൾ ബി എലക്റ്റഡ് ബൈ ആൻഡ് ഫ്രം എമംഗ്സ് ദി എലക്റ്റഡ് മെമ്പേഴ്സ് ദെയർ ഓഫ്. അപ്പോൾ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും നിർബന്ധമായി എന്തായിരിക്കണം? ആ എലക്ട് ചെയ്ത് വന്ന മെമ്പർമാരിൽ നിന്ന് തന്നെ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കപ്പെടണം. അപ്പോൾ അത് ക്ലിയറായി. ചെയർപേഴ്സൺ വില്ലേജ് ലെവലിലാണെങ്കിൽ എങ്ങനെയാണെന്ന് സ്റ്റേറ്റ് തീരുമാനിക്കാം. പക്ഷേ ബ്ലോക്കോ ജില്ലാ ലെവലിലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ മെമ്പേഴ്സിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ നോട്ട് ചെയ്ത് വെച്ചോ, 243D. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ചില സ്ഥലത്ത് അതില്ല, അതുകൊണ്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 243D റിസർവേഷനെ കുറിച്ചാണ് പറയുന്നത്. സീറ്റ് റിസർവേഷൻ നിങ്ങൾക്കറിയാം. ഇപ്പോൾ വുമൺ റിസർവേഷൻ 106 അമെൻമെൻറ്റിലൂടെ ബാക്കി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടും ലോകസഭയിലോട്ടും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ ഇതിനു മുമ്പേ വുമൺ റിസർവേഷൻ ഉള്ള ഒരു സ്ഥലമായിരുന്നു ഏത്? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിസർവേഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സീറ്റുകൾ റിസർവ് ചെയ്ത് വെക്കണം. ആർക്കൊക്കെ? 1 ഷെഡ്യൂൾഡ് കാസ്റ്റിന്, 2 ഷെഡ്യൂൾഡ് ട്രൈബിന്. ആൻഡ് ഇവരിൽ നിന്ന് സീറ്റ് റിസർവ് ചെയ്ത് വെക്കണം. മാത്രമല്ല അവരുടെ ഓരോ സ്ഥലത്ത് എത്ര സീറ്റാണ് റിസർവ് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ പോപ്പുലേഷൻ ആനുപാതികമായി തീരുമാനിക്കണം. നമ്മൾ മുമ്പ് സീറ്റ് പറഞ്ഞ പോലെ തന്നെ SC/ST റിസർവേഷൻ സീറ്റും എങ്ങനെ തീരുമാനിക്കുക? അവരുടെ പോപ്പുലേഷൻ ആനുപാതികമായി മാറ്റിവെക്കണം. പിന്നെയോ ആൻഡ് നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദി ടോട്ടൽ മെമ്പർ ഓഫ് റിസർവ്ഡ് സീറ്റ് എമംഗ് ദി SC/ST വുമൺസിന് കൊടുക്കണം. ഇനി നമ്മൾ വുമൺ റിസർവേഷനെ കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ SC/ST ആൻഡ് വുമൺ റിസർവേഷൻ ഇത് 3 പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ളത്. ആൻഡ് SC/ST റിസർവേഷനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? എന്താ? അവരെ പോപ്പുലേഷൻ അനുസരിച്ച് പോപ്പുലേഷൻ ബേസ് ചെയ്ത് റിസർവേഷൻ കൊടുക്കണം. പക്ഷേ SC/ST റിസർവ്ഡ് സീറ്റിൽ സപ്പോസ് 10 സീറ്റ് SC/ST റിസർവ്ഡ് എങ്കിൽ അതിലെയും 1/3 എന്തായിരിക്കണം? വുമൺ ആയിരിക്കണം. ദെൻ പക്ഷേ വുമൺ ബിലോങ്ങിങ് ടു SC and ST. ആൻഡ് നോട്ട് ലെസ് ദാൻ 1/3 including the number of seats for women belonging to scheduled caste and scheduled tribe of the total number of seats to be filled by women. അതായത് ടോട്ടൽ പഞ്ചായത്ത് രാജിലെ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ 1/3 സീറ്റ് വുമൺ ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ SC/ST റിസർവ്ഡ് സീറ്റിലെ 1/3 ഉൾപ്പെടെ എന്തായിരിക്കണം? ടോട്ടൽ 1/3 സീറ്റെങ്കിലും എന്തായിരിക്കണം? വുമൺ ആയിരിക്കണം. ആൻഡ് ഇത് കൂട്ടാം, മനസ്സിലായി? ഇത് തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്. പക്ഷേ മിനിമം എന്തായിരിക്കണം? 1/3 വരണം. നിങ്ങൾക്കറിയാം പല സംസ്ഥാനങ്ങളിലും 50% വരെ റിസർവേഷൻ ഉണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ? ഓഫീസ് ഓഫ് ദ ചെയർപേഴ്സൺ ഇൻ ദ വില്ലേജ് village panchayat or any other level shall be reserved for scheduled caste, scheduled tribe and women in such manner as the legislature of a state may by law determine. അത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ചെയർമാൻ്റെ കാര്യത്തിൽ പക്ഷേ റിസർവേഷൻ സ്റ്റേറ്റാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. എന്താ? അങ്ങനെ സ്റ്റേറ്റ് റിസർവ് ചെയ്തോ, പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദി നമ്പർ ഓഫ് ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ റിസർവ്ഡ് ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് അറ്റ് ഈച്ച് ലെവൽ ഷാൾ ബി ആസ് നിയർ ടു ദെയർ പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ അവരെ പോപ്പുലേഷന് പ്രപ്പോർഷനലി ആയിരിക്കണം ഈ റിസർവ് ചെയ്ത് വെച്ച സീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെയോ മാത്രമല്ല നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് സീറ്റ് ചെയർപേഴ്സൺ എന്തുമായിരിക്കണം? വുമണും ആയിരിക്കണം. ആൻഡ് ആ വുമൺ റിസർവേഷൻ ബൈ റൊട്ടേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. പിന്നെയോ നിങ്ങൾ ആ ബൈ റൊട്ടേഷൻ വുമൺ റിസർവേഷൻ എന്നുള്ള എവിടെയും കണ്ടു കാണും. എഗെയിൻ ഈ പറഞ്ഞ 106 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലും നിങ്ങൾ കണ്ടു കാണും. പിന്നെയോ ദി റിസർവേഷൻ ഓഫ് സീറ്റ് അണ്ടർ സെറ്റ് ക്ലോസ് 1 ആൻഡ് ക്ലോസ് 2 നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ക്ലോസ് 1 ക്ലോസ് 2 ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും റിസർവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ആൻഡ് ദി റിസർവേഷൻ ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ അതർ ദാൻ ദി വുമൺ ഒഴികെയുള്ള ബാക്കി റിസർവേഷൻ അണ്ടർ ക്ലോസ് 4 ഷാൽ സീസ് ടു ഹാവ് എഫക്ട് ഓൺ ദി എക്സ്പയറേഷൻ ഓഫ് ദി പീരീഡ് സ്പെസിഫൈഡ് ഇൻ ആർട്ടിക്കിൾ 334. അപ്പോൾ ആർട്ടിക്കിൾ 334 പറഞ്ഞവരെയായിരിക്കും ക്ലോസ് 1 ക്ലോസ് 2ലും അതുപോലെ തന്നെ ചെയർപേഴ്സൻ്റെ കാര്യം വുമൺ അല്ലാതെയുള്ള ചെയർപേഴ്സൻ്റെ കാര്യത്തിൽ റിസർവേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞ ക്ലോസ്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം, കാരണം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ ജനറേറ്റ് ആവണ്ട. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ റിസർവേഷൻ ആർട്ടിക്കിൾ 243D പറഞ്ഞു SC ST വുമൺ 3 കാറ്റഗറിക്ക് റിസർവേഷനുള്ള. ഈ SC/ST റിസർവേഷൻ പോപ്പുലേഷൻ ബേസ്ഡ് ആയിരിക്കണം. വുമൺ റിസർവേഷൻ മിനിമം 1/3 വേണം. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ SC/ST റിസർവേഷൻ്റെ ഉള്ളിലെയും 1/3 വുമൺ ആയിരിക്കണം. ആൻഡ് ഇവിടെ പറയുവാണ് SC/ST റിസർവേഷനും
ആൻഡ് ഇൻക്ലൂഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, SC/ST റിസർവേഷൻ്റെ ഉള്ളിൽ 1/3 വുമൺ വേണമെന്ന് ഞാൻ പറഞ്ഞു. ദീസ് ആർ ദി ക്ലോസ് 1 ആൻഡ് ക്ലോസ് 2 ഓഫ് ദി ആർട്ടിക്കിൾ 243D. അതുപോലെ തന്നെ ക്ലോസ് 4-ൽ നമ്മൾ എന്ത് പറഞ്ഞു, ചെയർപേഴ്സണും SC/ST റിസർവ് ചെയ്ത് വെച്ചിരിക്കണം. ആ റിസർവ് ചെയ്ത് വെക്കുമ്പോഴും നമ്മൾ പറഞ്ഞു ആ റിസർവേഷൻ എന്ന് പറയുന്ന ചെയർപേഴ്സൻ്റെ എണ്ണം പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു 1/3 വുമൺ ആയിരിക്കണം. പക്ഷേ ഇവിടെ SC/ST റിസർവേഷൻ എന്നുള്ളത് അതർ ദാൻ വുമൺസിന് കൊടുത്ത ചെയർപേഴ്സൺ റിസർവേഷൻ എന്നുള്ളതും SC/STയുടെ ടോട്ടൽ പോപ്പുലേഷൻ ബേസ് റിസർവേഷൻ എന്നതും ആർട്ടിക്കിൾ 334-ൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിന് ബാധകമായിരിക്കും. ആർട്ടിക്കിൾ 334 നിങ്ങൾ ഓൾറെഡി ലെജിസ്ലേറ്റീവ് അസംബ്ലി പഠിക്കുന്ന സമയത്ത്, പാർലമെൻറ്റ് പഠിക്കുന്ന സമയത്തെല്ലാം കണ്ടു കാണും. എന്താ അത് പറയുന്നത്, ഇന്ത്യയിലെ റിസർവേഷൻ ലെജിസ്ലേച്ചറുകളിലോട്ടുള്ള റിസർവേഷൻ ഇത്ര വരെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ഫ്രം ദി കമൻസ്മെൻറ്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത 1950 ജാനുവരി 26. അന്ന് മുതൽ 80 കൊല്ലത്തേക്ക്, അല്ലേ? നമ്മൾ 70 എന്നുള്ളത് 80 ആംഗ്ലോ ഇന്ത്യൻസിന് 70 നിർത്തി. സോ ആംഗ്ലോ ഇന്ത്യൻ്റെ റിസർവേഷൻ അവസാനിച്ചു, അല്ലേ? അപ്പോൾ 80 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് പറയാം, 2030 ജനുവരി 26 വരെയാണ് റിസർവേഷൻ എന്നുള്ളത്. അപ്പോൾ അതുവരെ ആയിരിക്കും ഇവിടെയും പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും അതിൻ്റെ ഉള്ളിലെ വുമൺ റിസർവേഷനും എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ വുമൺ റിസർവേഷന് ഡേറ്റ് എവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് 106-ലും നിങ്ങൾ കണ്ടോണം ഇപ്പോൾ 15 കൊല്ലം എന്നുള്ള ലിമിറ്റ് ഉണ്ട്. ഇവിടെ വുമൺ റിസർവേഷൻ്റെ ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഫോർ യുവർ കമ്മിങ് എക്സാം, ഓർത്ത് വെച്ചോ. ഓക്കെ, ദെൻ നത്തിങ് ഇൻ ദിസ് പാർട്ട് ഷാൾ prevent the legislature of a state from making any provision for reservation for the backward classes. This is also an important clause. നിങ്ങൾക്ക് ചോദ്യം വരാൻ ഞാൻ ഈ സാധ്യത കാണുന്ന ഒരു ഏരിയ ആണ്. OBC റിസർവേഷൻ പഞ്ചായത്തുകളിലുണ്ടോ? ഓക്കെ, എന്താ പറഞ്ഞത്, സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് അവർ റെപ്രസെൻറ്റഡ് അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് റിസർവേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പക്ഷേ ആ റിസർവേഷൻ വെറുതെ കൊടുക്കാൻ പറ്റില്ല. പല സംസ്ഥാനങ്ങളും അത്തരം റിസർവേഷൻ അറ്റംപ്റ്റ് നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതികൾ അത് ഹെൽഡ് ഡൗൺ ചെയ്യുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് അത്തരം അവസരങ്ങളിൽ സുപ്രീം കോടതി തന്നെ ഒരു ട്രിപ്പിൾ ടെസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ ബാക്ക്വേർഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന, നമ്മളത് OBC റിസർവേഷൻ്റെ ബാക്കി സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മറാത്ത റിസർവേഷൻ്റെ സമയത്തെല്ലാം ഈ ഇഷ്യൂ വന്നതാണ്. അവർ ബാക്ക്വേർഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ അത്തരം റിസർവേഷൻ സമ്മതിക്കുള്ളൂ. പക്ഷേ അങ്ങനെ റിസർവേഷൻ കൊടുക്കാനുള്ള ഒരു അവസരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അണ്ടർ ആർട്ടിക്കിൾ 243D. ഇനി 243E പറയുന്നത് പഞ്ചായത്തുകളുടെ ഡ്യൂറേഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ 5 കൊല്ലമായിരിക്കും പഞ്ചായത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ 5 കൊല്ലം കഴിയുന്ന സമയത്ത് എന്തായിരിക്കണം, ഉടനെ അടുത്ത എലക്ഷൻ നടത്തണം. അപ്പോൾ ഒരു ടൈം ഫ്രെയിം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുകയാണ്, അണ്ടർ ക്ലോസ് 3 6 മന്ത്സിനുള്ളിൽ ഒരു പഞ്ചായത്തിൻ്റെ ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ, ദാറ്റ് മേ ബി നാച്ചുറൽ ഡിസൊല്യൂഷൻ ആവാം. ആൻഡ് സോ ഇവിടെ നിങ്ങളൊരു ടൈം ഫ്രെയിം കണ്ടോ, 6 മന്ത് എന്നുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത്, ബിഫോർ ദി എക്സ്പയറി ഓഫ് പീരീഡ് ആണെങ്കിൽ എലക്ഷൻ നടത്തണം. ഇനി അല്ലെങ്കിൽ 6 മാസത്തിനോ ഡിസൊല്യൂഷൻ നടന്ന 6 മാസത്തിനുള്ളിലെങ്കിലും ഇലക്ഷൻ നടത്തണം. ഇത് നമ്മൾ ലോക്സഭയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതായത് പഞ്ചായത്തിന് വേണമെങ്കിൽ പിരിച്ചു വിടാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് പാസ്സാക്കിയില്ല, നിങ്ങൾ കണ്ടു കാണും. അല്ലെങ്കിൽ നിങ്ങളതൊക്കെ പഠിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബഡ്ജറ്റ് പാസ്സാക്കിയില്ലെങ്കിലൊക്കെ സമയത്ത് പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പഞ്ചായത്തിനെ പിരിച്ചു വിടാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് പറ്റും. അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇലക്ഷൻ നടത്തണം. പക്ഷേ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്, പ്രൊവൈഡഡ് ദാറ്റ് remainder of the period for which the dissolved panchayat would have continued is less than 6 months. 6 മാസത്തിൽ കുറവാണ് ഇനി പഞ്ചായത്തിന് സമയപരിമിതി ബാക്കിയുള്ളെങ്കിൽ അപ്പോൾ വീണ്ടും ഇലക്ഷൻ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ക്ലോസ് കൂടെ എവിടെയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അങ്ങനെ എലക്ഷൻ നടന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു പഞ്ചായത്ത്, സപ്പോസ് 5 കൊല്ലത്തിന് മുമ്പ് ഡിസൊല്യൂഷൻ നടന്നു, പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പീരീഡ് എന്ന് പറയുന്നത് ഷാൽ കണ്ടിന്യൂ ഓൺലി ഫോർ ദി റിമൈൻഡർ ഓഫ് ദി പീരീഡ് ഫോർ വിച്ച് ദി ഡിസോൾവ് പഞ്ചായത്ത് വുഡ് ഹാവ് കണ്ടിന്യൂഡ്. ആ പഞ്ചായത്ത് ഡിസോൾവ് ചെയ്തില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമായിരുന്ന ആ ഒരു സമയം മാത്രമേ പുതിയ പഞ്ചായത്തിനും കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അതായത് വീണ്ടും ഒരു 5 കൊല്ലം എന്നുള്ള ടേം കിട്ടില്ല. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഹോപ്പുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ്. പഞ്ചായത്തിലെ മെമ്പർമാരുടെ അതുപോലെ തന്നെ പഞ്ചായത്തിലോട്ട് വരുന്ന ആൾക്കാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ. അതിനിത് പറയുമ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി പോലെയുള്ള പഞ്ചായത്തിലെ ഓഫീസേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ പഞ്ചായത്ത് രാജ് ആക്ടിലുണ്ട്. ഇത് കഴിഞ്ഞൊന്ന് പോയി നിങ്ങൾ വായിക്കണം, അതൊരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 243F എന്താ പറയുന്നത്, ഒരു പേഴ്സൺ പഞ്ചായത്തിലൊരു മെമ്പർ ആവാൻ വേണ്ടി ഡിസ്ക്വാളിഫൈഡ് ആണ്
ഇഫ് അങ്ങേര് സ്റ്റേറ്റ് ഇലക്ഷൻ, ഇപ്പം നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും ഒരു സംസ്ഥാനത്തെ നിയമസഭയിലോട്ട് ഒരാളെ എലക്ട് ചെയ്യുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതേ ഡിസ്ക്വാളിഫിക്കേഷൻസ് എല്ലാം ആർക്കും ഉണ്ട്. അങ്ങനെ ഒരു ലോ പ്രകാരം സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേച്ചറിലോട്ട് എത്താൻ വേണ്ടി ഒരാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അതെല്ലാം ഇവിടെയും ബാധകമാണ്. പിന്നെന്താ, പക്ഷേ ഒരു ഗ്രൗണ്ട് മാത്രം അവിടെ എക്സെപ്റ്റ് ചെയ്തിരുന്നു. കാരണം നിങ്ങൾക്കറിയാം 25 എന്നുള്ള പ്രായപരിധി ഇവിടെ ബാധകമല്ല. ഇവിടെ എന്താ, 21 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രായപരിധി എന്നുള്ള തടസ്സമില്ല. 21 വയസ്സിൽ എന്ത് ചെയ്യാം, മെമ്പർ ആവാൻ വേണ്ടി പറ്റും. സോ ആ 21 ഇയേഴ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെച്ചോ. ആൻഡ് ഇഫ് ഹി സോ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എനി ലോ മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് ഇത് പ്രകാരം. അപ്പോൾ അതേതാ നിയമം? ഇതിൻ്റെ അർത്ഥം പഞ്ചായത്ത് രാജ് ആക്ടിൽ നിങ്ങൾ പോയി വായിക്കണമെന്നാണ്. പഞ്ചായത്ത് രാജ് ആക്ടിൽ നിങ്ങൾ അത് ചുമ്മാ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യുക എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ് കാണും. അത് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഏത് നിയമപ്രകാരം ഡിസ്ക്വാളിഫിക്കേഷൻ നടന്നാൽ 25 വയസ്സ് എന്നുള്ള ഇവിടെ ബാധകമല്ല, 21 വയസ്സായാൽ മതി. പിന്നെന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോട്ടുള്ള ഇലക്ഷന് വേണ്ടിയുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഇവിടെ ബാധകമാണ്. ആൻഡ് പിന്നെ പറയുന്നത്, ഡിസ്ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സ്റ്റേറ്റ് ആരെ ഓതറൈസ് ചെയ്യുന്നോ അവർക്ക് മാത്രമാണ് അധികാരമുള്ളത്. ആൻഡ് ആർട്ടിക്കിൾ 243G പറയുന്നത് പഞ്ചായത്തിൻ്റെ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസുമാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഊഹിക്കാം ആരായിരിക്കും കൊടുക്കുക. അത് തന്നെ സ്റ്റേറ്റ് ഒരു നിയമപ്രകാരം തീരുമാനിക്കുവാണ്. അതായിരിക്കും പഞ്ചായത്തിൻ്റെ പവേഴ്സും അതോറിറ്റിയും എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനും ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റിൻ്റെയും നിയമപ്രകാരം എന്തിനു വേണ്ടി ഇവരെല്ലാം ശ്രമിക്കണം. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാക്കണം എന്നുള്ള ആർട്ടിക്കിൾ 40 ഭയങ്കര ക്ലിയറാണ്. അത് തന്നെ ഇവിടെയും പറയുന്നത്. അവർക്ക് ഒരു യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവേൺമെൻറ്റായി പ്രവർത്തിക്ക രീതിയിലുള്ള പവേഴ്സ് കൊടുത്തുകൊണ്ട്, പവർ എൻഡോ ചെയ്തുകൊണ്ട് അവരുടെ ഡിവല്യൂഷൻ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് തന്നെയാണ് ആർട്ടിക്കിൾ 243G പറയുന്നത്. എന്തൊക്കെ രീതിയിലുള്ള അധികാരങ്ങൾ കൊടുക്കേണ്ടി വരും, ജസ്റ്റ് ചില മെൻഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട്. എന്തൊക്കെയാണ്, പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ള അധികാരങ്ങൾ കൊടുക്കണം. ആൻഡ് അതുപോലെ തന്നെ സ്കീംസ് ഇംപ്ലിമെൻറ്റ്, നിങ്ങൾ കാണാം നിങ്ങളിപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കീമുകൾ പഠിച്ചു കാണും. അവിടെയെല്ലാം ഒരു മെയിൻ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ഗ്രൗണ്ട് ലെവൽ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകളാണ്. അപ്പോൾ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. മാത്രമല്ല അവരുടെ ഷെഡ്യൂൾ 11 പറഞ്ഞിരിക്കുന്ന 29ഓളം സബ്ജക്റ്റുകളിൽ അവർക്ക് അധികാരങ്ങൾ വേണം. അപ്പോൾ എഗെയിൻ ഷെഡ്യൂൾ 11 പറഞ്ഞിരിക്കുന്ന ആ സബ്ജക്റ്റുകൾ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ യുവർ എക്സാം. അങ്ങ് ബൈഹാർട്ട് ചെയ്തിരിക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ പഞ്ചായത്തിന് അധികാരങ്ങളുണ്ട് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു നിങ്ങൾക്കറിയാം. ഷെഡ്യൂൾ 7 ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ആ ഒരു ലെജിസ്ലേറ്റീവ് റിലേഷൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഒരുപാട് തവണ ആ ലിസ്റ്റിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ഒരു പഞ്ചായത്ത് രാജ് എക്സാമിന്, LSGS എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു ഏരിയ എഗെയിൻ 11th ഷെഡ്യൂളാണ്. അപ്പോൾ 11th ഷെഡ്യൂളിൽ ഈ 29 സബ്ജക്റ്റുകളും അഗ്രികൾച്ചർ ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ്, മൈനർ ഇറിഗേഷൻ, വാട്ടർ മാനേജ്മെൻറ്റ്, വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ്, പിന്നെ പോൾട്രി, അതുപോലെ തന്നെ ഫിഷറീസ്, സോഷ്യൽ ഫോറസ്ട്രി, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. എഗെയിൻ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എല്ലാം ഷെഡ്യൂൾഡ് ഏരിയ വരുമ്പോൾ കൂടുതൽ അധികാരങ്ങളെത്തും നിങ്ങൾ കണ്ടണം. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഖാദി, വില്ലേജ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, റൂറൽ ഹൗസിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, ഫ്യൂവൽ ആൻഡ് ഫോഡർ, റോഡ്, കൾവേർട്ട്, അതുപോലെ തന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ തെറ്റിക്കുക. നമ്മൾ പെട്ടെന്ന് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ എല്ലാം പഞ്ചായത്തിൻ്റെ അധികാരമാണോ എന്ന് നമ്മൾ ഒന്ന് ഡൗട്ട് അടിച്ച് ചെയ്യരുത്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾസ്, ടെക്നിക്കൽ ട്രെയിനിങ്ങും വൊക്കേഷണൽ എഡ്യൂക്കേഷനും, അഡൾട്ട് ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ലൈബ്രറീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, മാർക്കറ്റ്സ് ആൻഡ് ഫെയേഴ്സ്, ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ഫാമിലി വെൽഫെയർ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ വെൽഫെയർ, വെൽഫെയർ ഓഫ് വീക്കർ സെക്ഷൻസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS, മെയിൻ്റെനൻസ് ഓഫ് കമ്മ്യൂണിറ്റി അസറ്റ്സ്. ഇത്രയും അധികാരങ്ങൾ പഞ്ചായത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ബൈഹാർട്ട് തന്നെ ചെയ്തോ. ആൻഡ് 243H പറയുന്ന പഞ്ചായത്തുകൾക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാനും അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായൊരു ഫണ്ട് ഉണ്ടാക്കാനും ഒക്കെയുള്ള അധികാരങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി സ്റ്റേറ്റിന് എങ്ങനെ പഞ്ചായത്തിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെയും സ്റ്റേറ്റ് നിയമം വഴി എന്ത് ചെയ്യാൻ പറ്റും, പഞ്ചായത്തുകളെ അലോ ചെയ്യാൻ പറ്റും. സോ കോൺസ്റ്റിറ്റ്യൂഷനലി പഞ്ചായത്തിന് ഈ ടാക്സ് പിരിച്ചോ ആ ടാക്സ് പിരിച്ചോ എന്നുള്ള ഒരു അധികാരവും കൊടുക്കുന്നില്ല. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് പഞ്ചായത്തുകൾക്ക് ടാക്സ് പിരിക്കാൻ വേണ്ടിയുള്ള അധികാരം കൊടുക്കാം. എങ്ങനെ,
അവരൊരു നിയമം വഴി, അതാണ് പഞ്ചായത്ത് രാജ് ആക്ട്. അപ്പോൾ അത് നിങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് എടുത്ത് ഈ ഒരു ഭാഗം കൂടെ നോക്കുക. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ട ശേഷം ഇതിലിങ്ങനെ പഞ്ചായത്ത് രാജ് ആക്ടിൽ നോക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കണം. ഓക്കെ, ഓതറൈസ് പഞ്ചായത്ത് ടു ലെവി, കളക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ്, 3 തരത്തിലുള്ളത് ലെവി ചെയ്യാം, കളക്ട് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ചെയ്യാം സച്ച് ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സച്ച് ആക്ട് ആൻഡ് സച്ച് ലിമിറ്റ്. സോ ദാറ്റ് ലിമിറ്റും തീരുമാനിക്കുക ആരാണ്? പഞ്ചായത്താണ്. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരാം, ദാറ്റ് ലിമിറ്റ് തീരുമാനിക്കുന്നത് പഞ്ചായത്താണ്. നോ, സ്റ്റേറ്റിന് തീരുമാനിക്കാൻ പറ്റും. അസൈൻ പഞ്ചായത്ത് സച്ച് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ് ലെവിഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ സച്ച് പർപ്പസ് ആൻഡ് സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻസ്. അപ്പോൾ സ്റ്റേറ്റ് ലെവി ചെയ്യുന്ന കാര്യങ്ങളും പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനാണ്. ആൻഡ് പ്രൊവൈഡ് ഫോർ മേക്കിംഗ് സച്ച് ഗ്രാൻഡ് ഇൻ എയ്ഡ്. നമ്മുടെ പഞ്ചായത്തുകളുടെ ഏറ്റവും വലിയ ഫണ്ടുകളിലൊന്ന് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഫണ്ടുകളിലൊന്ന് വരുന്ന പറയുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പോവുക. ഓക്കെ, and provide for making such grant in aid for the panchayat from the consolidated fund of the state, and provide for constitution of such funds for the crediting some monies that are പഞ്ചായത്തിന് അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഫണ്ടുകൾ, പഞ്ചായത്തിന് കിട്ടുന്ന ടാക്സുകൾ ഒക്കെ ഇടാൻ വേണ്ടി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റേറ്റ് നിയമം വഴി. നിങ്ങൾ വില്ലേജ് പഞ്ചായത്ത് ഫണ്ട് നിങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ടിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണും. ആ ഭാഗം ഒന്ന് വായിച്ചു പോയിക്കോ. അതാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റ് ഫണ്ട് എന്ന് പറയുന്ന പോലെ പഞ്ചായത്തിനും അവരുടേതായ ഫണ്ടുണ്ട്. അതിലോട്ടാണ് പഞ്ചായത്തിന് കിട്ടുന്ന വരുമാനങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ആ ആർട്ടിക്കിൾ 267 നിങ്ങൾ പഠിച്ച അതേ കൺസെപ്റ്റ് ഇവിടെ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ഉള്ളിലുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓർത്ത് വെച്ചോ, വില്ലേജ് പഞ്ചായത്ത് ഫണ്ട്. ദെൻ ആർട്ടിക്കിൾ 243I. അപ്പോൾ പൊതുവേ വരുന്നൊരു ഡൗട്ടായിരിക്കും, ഈ ഫിനാൻസ് കമ്മീഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് 73rd അമെൻമെൻറ്റ് വഴി വന്നതാണോ 74th അമെൻമെൻറ്റ് വഴി വന്നതാണോ? 73rd അമെൻമെൻറ്റിൽ പറഞ്ഞ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇതേ ബോഡീസ് തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിൽ 74th അമെൻമെൻറ്റ് ആക്ടിലും വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243I പ്രകാരം ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തിന് കഴിയും. അപ്പോൾ ഈ അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വന്ന ശേഷം ഗവർണർ എത്രയും പെട്ടെന്ന് ഒരു ഫിനാൻസ് കമ്മീഷനെ വരണം. അതിനെ തുടർന്ന് 5 കൊല്ലം കൂടുമ്പോൾ ഫിനാൻസ് കമ്മീഷനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഗവർണർ. എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചായത്തിൻ്റെ ഫിനാൻസ് പൊസിഷനിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ചില പ്രിൻസിപ്പിൾസ് ഇവർ മുന്നോട്ട് വയ്ക്കും. നിങ്ങൾ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരുടെ അധികാരങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് കണ്ടു കാണും. അത് തന്നെയാണ് ഇവിടെയുള്ളത്. എന്താണ്? അവിടെ സെൻട്രലും സ്റ്റേറ്റും പറയുന്ന സ്ഥലത്ത് ഇവിടെ പഞ്ചായത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അത്രയേ ഉള്ളൂ. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ടാക്സ് സ്റ്റേറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര പഞ്ചായത്തിന് കൊടുക്കണം, എത്ര മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണം, എത്ര എമൗണ്ട് സ്റ്റേറ്റ് കയ്യിൽ വെക്കണം, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് ഓൾസോ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പറയാൻ വേണ്ടി. പിന്നെയോ ഏതൊക്കെ ടാക്സും ഡ്യൂട്ടീസാണ് പഞ്ചായത്തിന് അസൈൻ ചെയ്യേണ്ടത്, കൺസോൾഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിന് എത്രമാത്രം ഗ്രാൻഡ് പഞ്ചായത്തുകൾക്ക് കൊടുക്കണം, ഇനി പഞ്ചായത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് മെഷേഴ്സാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കേണ്ടത്. ഇതല്ലാതെ എന്ത് മാറ്ററും ഗവർണർ പറയുകയാണെങ്കിൽ അതിലെല്ലാം റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഈ ഒരു ബോഡി ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള ബോഡി അണ്ടർ ആർട്ടിക്കിൾ 243I ഫോം ചെയ്യുന്നത്. പിന്നെയോ സ്റ്റേറ്റ് ഈ പാസ്സാക്കുന്ന ഒരു നിയമത്തിലൂടെ ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാം, അതിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻസ് പറയാം, എല്ലാം നിങ്ങൾക്ക് സംസ്ഥാന നിയമത്തിൽ കാണും. അതും ഇത് ചെന്ന് നോക്കണം. എങ്ങനെയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്, നിലവിലെ ചെയർമാൻ ആരാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിപ്പോക്കോ. ഫാക്ട് ബേസ്ഡ് ചോദ്യം വരും. ഓക്കെ, ആൻഡ് കമ്മീഷൻ ഷാൾ ഡിറ്റർമിൻ ദിയർ പ്രൊസീജിയർ ഷാൾ ഹാവ് സച്ച് പവേഴ്സ് ആൻഡ് പെർഫോമൻസ് ആസ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ്. സോ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ അധികാരങ്ങളെല്ലാം സ്റ്റേറ്റ് ആ നിയമത്തിൽ പറയുന്ന പോലെയാണ്. ആൻഡ് ഇങ്ങനെ ഇവർ തരുന്ന റെക്കമെൻഡേഷൻ, അതിനെയാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് ഗവർണർ എന്ത് ചെയ്യും? ഗവർണർ സംസ്ഥാന നിയമസഭയിൽ കൊടുക്കും. ആൻഡ് അവിടെ നമ്മൾ പൊതുജനങ്ങൾക്ക് എന്ത് കിട്ടും? ആ റെക്കമെൻഡേഷൻസ് കാണാം. ആൻഡ് പഞ്ചായത്തിൻ്റെ ഓഡിറ്റും നിങ്ങൾ ഇത് കഴിഞ്ഞ് പഞ്ചായത്ത് രാജ് ആക്ടിൽ നോക്കേണ്ട കാര്യമാണ്. പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്ന ഒരു ബോഡി ഓഫ് ആൾക്കാരായിരിക്കും പഞ്ചായത്ത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ട. അവിടെ വേണമെങ്കിൽ CAGയുടെ ഹെൽപ്പൊക്കെ നേടാൻ പറ്റും. പക്ഷേ സ്റ്റേറ്റിന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഓഡിറ്റ് മെക്കാനിസം പഞ്ചായത്തുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഉണ്ടാക്കാം എന്നുള്ളത്. സോ പഞ്ചായത്ത് രാജ് ആക്ട് ഒന്ന് നോക്കണം ആ ഓഡിറ്റ് മെക്കാനിസത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി. ദെൻ ഫിനാൻസ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രൊവിഷനാണ് ഇലക്ഷൻ. പഞ്ചായത്തിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് അറിയാം, ഇതിനകം തന്നെ അറിയും, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം ഇവിടെയും ആർട്ടിക്കിൾ 243K പ്രകാരം ഫോം ചെയ്ത ഇതേ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലത്തിലോട്ടുള്ള അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്നതെന്ന് അറിയുക. അപ്പോൾ ഇലക്ഷൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്?
ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണറെയും അതേപോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ ആര് അപ്പോയിൻ്റ് ചെയ്യണം? ഗവർണർ അപ്പോയിൻ്റ് ചെയ്യണം ഈ ഒരു അമെൻമെൻറ്റ് നടപ്പാക്കിയ ഉടനെ. ആൻഡ് എന്താണ് നമ്മൾ മുമ്പ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്ന പോലെ തന്നെ ഇവർ അധികാരങ്ങൾ എന്താണ്? ഇലക്ഷൻ സൂപ്രണ്ടൻസി നടത്തുക, ഡയറക്ഷൻസ് നടത്തുക, കൺട്രോൾ നടത്തുക, ഇലക്ട്രൽ ലോണിൻ്റെ പ്രിപ്പറേഷന് സഹായിക്കുക. ഇതൊക്കെയാണ് ആരുടെ പണി? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പണി. ആൻഡ് ഓഫ് കോഴ്സ് ഇലക്ഷൻസ് നടത്തുക എന്നുള്ളതും. ആൻഡ് ഈ ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മൾ ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കമ്മീഷണർക്ക് വേണ്ട യോഗ്യത എന്താണ്, അവരുടെ ടെനോർ എന്താണ്, അത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സ്റ്റേറ്റിൻ്റെ നിയമപ്രകാരമാണ്, അല്ലെങ്കിൽ അത് പ്രകാരം ഗവർണർ ഫോം ചെയ്യുന്ന റൂൾസിലാണ്. ദെൻ വേറൊരു കാര്യം കൂടെ അറിയാം. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞു നമ്മൾ ഗവർണറാണ്. ആൻഡ് ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞ ആളെ റിമൂവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ ഒരു ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്, എന്താ പറയുന്നത്? ലൈക്ക് മാനർ and on the ground as a judge of a high court and conditions of service of the election commission shall not be varied to his disadvantage after his appointment. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യണമെങ്കിൽ പക്ഷേ എന്ത് വേണം? ഒരു ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അത് നിങ്ങൾ ജഡ്ജസ് എൻക്വയറി ആക്ടിൽ സുപ്രീം കോടതി ജഡ്ജിനെയും ഹൈക്കോടതി ജഡ്ജിനെയും റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ കണ്ട് കാണും. ആൻഡ് ആ റിമൂവലിൻ്റെ അവസാനം ആര് വേണം? പ്രസിഡൻറ്റ് വേണം റിമൂവ് ചെയ്യുക എന്നുള്ളത്. സോ എന്തോ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ ആർക്കേ പറ്റൂ? പ്രസിഡൻറ്റിനെ പറ്റൂ എന്നുള്ള കാര്യം. കാരണം ജഡ്ജിനെ, ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ടിലും മാനറിലും മാത്രമേ പറ്റുള്ളൂ. ആൻഡ് അടുത്ത് എന്താ പറയുന്നത്? ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൾ വെൻ സോ റിക്വസ്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ മേക്ക് അവൈലബിൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സച്ച് സ്റ്റാഫ് ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്ന പോലെ ഗവർണറും പ്രസിഡൻറ്റും അവർക്ക് വേണ്ട ഓഫീസേഴ്സിന് കൊടുക്കണമെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഇലക്ഷൻ നടത്താനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അല്ലെങ്കിൽ എല്ലാ ഓഫീസേഴ്സിനെയും സ്റ്റാഫിനെയും എല്ലാം ആര് കൊടുക്കണം? ഗവർണർ ഉണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ആൻഡ് ബാക്കി ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആരാ തീരുമാനിക്കുക? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് തീരുമാനിക്കുക. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് തിങ്, യൂണിയൻ ടെറിട്ടറിയിലോട്ടുള്ള അപ്ലിക്കേഷൻ. യൂണിയൻ ടെറിട്ടറിയിലോട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം അപ്ലൈ ചെയ്യാം. ആൻഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവർണർ എന്ന് ഇത്ര നേരം പറഞ്ഞ സ്ഥലത്തെല്ലാം ആര് വരും? ആ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റർ വരും. ആൻഡ് നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് എന്ന് സ്റ്റേറ്റിൻ്റെ പറഞ്ഞ സ്ഥലത്തെല്ലാം എവിടെ വരും? യൂണിയൻ ടെറിട്ടറിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി വരും. അല്ലാത്ത സ്ഥലത്ത് ആരായിരിക്കും? പാർലമെൻ്റ് ആയിരിക്കും. കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് നോക്കാം. പിന്നെന്താ? പ്രസിഡൻറ്റിന് ഒരു റോൾ ഇവിടെ ഉണ്ട്. കാരണം യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് നേരിട്ട് സെൻട്രൽ ഭരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറികളിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പ്രസിഡൻറ്റിന് ചില എക്സെപ്ഷനോടുകൂടി അത് നടപ്പാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം അറിയാം. ആൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്തായാലും വരാൻ പോകുന്നൊരു ചോദ്യം ഇതാണ്: ചില സ്ഥലങ്ങളിലോട്ട് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റം അപ്ലൈ ചെയ്യില്ല. ഏതൊക്കെ സ്ഥലമാണ്? അപ്പോൾ ഫസ്റ്റ് തിങ്, ആർട്ടിക്കിൾ 244 നിങ്ങൾ കണ്ടു കാണും. ആർട്ടിക്കിൾ 244 ക്ലോസ് 1 പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ്. ഇന്ത്യയിലെ 10ഓളം ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചാണ്. ആൻഡ് ആർട്ടിക്കിൾ 244 ക്ലോസ് 2 പറയുന്നത് ട്രൈബൽ ഏരിയാസ് ആണ്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ സ്ഥലങ്ങളിലെ 10ഓളം ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് 244 ക്ലോസ് 2 പറയുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലോട്ടും എന്ത് അപ്ലൈ ചെയ്യുന്നില്ല? പഞ്ചായത്ത് രാജ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നില്ല എന്നാദ്യം പറയുന്നു. ആൻഡ് ദെൻ അടുത്തത്, പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പാട്ടുകളൊന്നും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഈ സ്ഥലങ്ങളിലോട്ട് അപ്ലൈ ചെയ്യില്ല. ആൻഡ് വേറൊന്ന് ഹില്ലി ഏരിയാസ് ഓഫ് മണിപ്പൂർ ആൻഡ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഇതുണ്ട്. മണിപ്പൂരിൻ്റെ ഡിസ്ട്രിക്ട് കൗൺസിൽസ് അവിടെയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് നിങ്ങൾ കേട്ടാണ്, നമ്മുടെ ചിക്കൻ്റെ കോറിഡോർ കടന്നു പോകുന്ന ഡാർജിലിംഗ് ജില്ലയിലെ അവിടെയും ഗൂർഖ ഹിൽ കൗൺസിലാണ് ഭരണം നടത്തുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആ രൂപത്തിലാണ് അവിടെയുള്ളത്. ആൻഡ് ഇവിടെ ഷാൽ ബി കൺസ്റ്റിറ്റ്യൂട്ട് ആസ് എഫക്റ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡാർജിലിംഗ് ഗോർഖ കൗൺസിൽ നമ്മൾ പറഞ്ഞു. ദെൻ വേറൊരു കാര്യം, ആർട്ടിക്കിൾ 243D വെരി ഇമ്പോർട്ടൻറ്റ്. ചിലരെങ്കിലും ബാക്കി മൊത്തം പഠിച്ചില്ലെങ്കിൽ ഇതൊന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ. റിസർവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യം അല്ലേ, ആർട്ടിക്കിൾ 243D അത് അരുണാചൽ പ്രദേശിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അപ്ലൈ ചെയ്യപ്പെടില്ല എന്നുള്ളൊരു കാര്യം കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട് എന്നറിയാം. ആൻഡ് വേറെ ഒന്ന്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, പാർലമെൻറ്റിന് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തിങ്, ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് ഒരു പ്രമേയം പാസ്സാക്കാൻ പക്ഷേ ഏത് കാര്യത്തിലാണ്? റെഫർ ടു സബ് ക്ലോസ് എ ഓഫ് ക്ലോസ് 2. സബ് ക്ലോസ് എ ഓഫ് ക്ലോസ് 2 നമ്മളിപ്പോൾ കണ്ടു. എന്താ? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഈ 3 സംസ്ഥാനങ്ങൾ. പക്ഷേ ഈ 3 സംസ്ഥാനം 6 ഷെഡ്യൂൾ ഏരിയ ആയിട്ട് വരുന്നുണ്ട്. കാരണം ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, അതിലെ മേഘാലയയും മിസോറാമും ഇവിടെയുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ആ സ്ഥലങ്ങളിൽ എന്തില്ല? പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇല്ല എന്ന് നമ്മൾ കണ്ടു.
അപ്പോൾ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഈ 3 സ്ഥലങ്ങളിൽ referred to in clause 2 may by law extend this part to that state except the areas in if any referred to clause 1. അപ്പോൾ ഫോർത്ത് ക്ലോസിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും പാർലമെൻറ്റിനും ചില അധികാരങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അധികാരങ്ങളാണ് പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വേണമെങ്കിൽ ക്ലോസ് 2 ആൻഡ് സബ് ക്ലോസ് എയിൽ പറഞ്ഞ സ്ഥലങ്ങൾ, ക്ലോസ് 2 സബ് ക്ലോസ് എയിൽ പറഞ്ഞ സ്ഥലം ഏതൊക്കെയായിരുന്നു? മേഘാലയ, മിസോറാം, നാഗാലാൻഡ്. ഈ 3 സ്ഥലങ്ങളിലോട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ? എക്സ്റ്റെൻഡ് ദിസ് പാർട്ട് ടു ദാറ്റ് സ്റ്റേറ്റ് എക്സെപ്റ്റ് ദി ഏരിയാസ് ഇഫ് എനി റെഫർ ടു ഇൻ ക്ലോസ് 1. ക്ലോസ് 1ൽ ഏത് സ്ഥലത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? ട്രൈബൽ ഷെഡ്യൂൾ ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മേഘാലയ ആൻഡ് മിസോറാം ഈ 2 സ്ഥലങ്ങൾ ഓൾറെഡി എന്താ? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. അതിൽ മേഘാലയയും മിസോറാമും ഓൾറെഡി എന്താണ്? 6th ഷെഡ്യൂൾ ഏരിയ ആണ്. അപ്പോൾ 6th ഷെഡ്യൂൾ ഏരിയയിലെ ആ ട്രൈബൽ ഏരിയാസ് ഒഴികെയുള്ള ബാക്കി സ്ഥലത്തോട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ? ഇഫ് the legislative assembly passes a resolution to that effect by a majority of total membership of that house and by a majority not less than 2/3 of members of that house present and voting. അതായത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം പറഞ്ഞ അതേ സ്പെഷ്യൽ മെജോറിറ്റി തന്നെ അതിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദി പാർലമെൻറ്റ് മേ ബൈ ലോ എക്സ്റ്റെൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് to the scheduled areas, അതായത് 5th schedule areas under 244 clause 1 and the tribal areas referred to in clause 1. 244 clause 2ൽ പറഞ്ഞ tribal areas subject to such exceptions and modifications as may be specified in such law and no such law shall deemed to a amendment under 368. ശ്രദ്ധിക്കുക, നമ്മൾ അപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങൾ പറയുമ്പോൾ ആദ്യം 5th and 6th ഷെഡ്യൂളാണ് പറഞ്ഞത്. 5th and 6th ഷെഡ്യൂളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്ത് രാജ് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ആൻഡ് അതിന് ആർട്ടിക്കിൾ 368ൻ്റെ ആവശ്യമില്ല. അതിനർത്ഥം എന്താണ്? വെറും സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് ആ എക്സ്റ്റൻഷൻ നടത്താൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആൻഡ് ദാറ്റ് എക്സ്റ്റൻഷൻ ആണ്. ആൻഡ് ദാറ്റ് എക്സ്റ്റൻഷൻ ട്രൈബൽ ഏരിയയിലോട്ടല്ല, ഷെഡ്യൂൾഡ് ഏരിയയിലോട്ട്. അങ്ങനെ പഞ്ചായത്ത് രാജ് സിസ്റ്റം പാർലമെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്ത്? പെസ് ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ക്ലോസ് എയിൽ ഞാൻ പറഞ്ഞു എന്താ? ഇതല്ലാതെ മേഘാലയ, അതുപോലെ തന്നെ മിസോറാം, നാഗാലാൻഡ് ഈ സ്ഥലങ്ങളിലോട്ടും സ്റ്റേറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിയമം വഴി ഇത് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതോടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാത്ത സ്ഥലങ്ങളെക്കുറിച്ച് ഒരു ധാരണ വേണം, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇല്ലാത്ത സ്ഥലങ്ങൾ ഒന്ന് നമ്മളുണ്ട്. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഈ സ്ഥലങ്ങളിലില്ല. പക്ഷേ അങ്ങോട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഞാൻ പറഞ്ഞു തന്നു. ആൻഡ് അതുപോലെ തന്നെ 5th ഷെഡ്യൂൾ ഏരിയയിലോട്ട് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തു. ഏത് വെച്ച്? പെസ് ആക്ട് വെച്ചിട്ട്. ആൻഡ് 6th ഷെഡ്യൂളിൽ തന്നെ 6th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഹോൾ സ്റ്റേറ്റ് 6th ഷെഡ്യൂൾ അല്ല, അവിടുത്തെ ട്രൈബൽ ഏരിയാസാണ്. അവിടെ തന്നെ മേഘാലയയും മിസോറാമും ഓൾറെഡി നമ്മുടെ ക്ലോസ് 2ൽ വന്നു. അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്ഥലം കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് ഈ ട്രൈബൽ ഏരിയാസ് ഒഴികെയുള്ള ആസാമിലും ത്രിപുരയിലും ഒക്കെ ഓൾറെഡി പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് അവരവരുടേതായ ആക്ട് വെച്ച് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രൈബൽ ഏരിയാസിലോട്ട് തൽക്കാലം പഞ്ചായത്ത് രാജ് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അതിന് വേണ്ടിയുള്ള ഒരു ആവശ്യവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പെസ് ആക്ടിൻ്റെ മോഡൽ. ആൻഡ് ഡൽഹി യൂണിയൻ ടെറിട്ടറി കാര്യം നിങ്ങൾ കേട്ടാണ്. അവിടെ എന്താണ്? ഒരു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അത് അവിടെ എന്തില്ല? ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിലില്ല. അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ദ സെൻസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, ഈ വില്ലേജ് പഞ്ചായത്ത് ലെവൽ സിസ്റ്റം ഇല്ല എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഹോപ്പ് ആ ഭാഗം ക്ലിയർ ആണെന്ന്. റിസർവേഷൻ്റെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ആൻഡ് 243N ഓൾറെഡി നിലവിലുള്ള ഒരുപാട് പഞ്ചായത്ത് രാജ് ആക്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു പല സ്റ്റേറ്റുകളും പല രീതിയിലുണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കും. ഈ ഒരു നിയമം വരുമ്പോൾ എന്ത് ചെയ്യും? അത് എക്സ്റ്റെൻഡ് ആവും. അല്ലെങ്കിൽ അവിടെ പുതിയൊരു നിയമം ഈ 73rd അമെൻമെൻറ്റ് നടപ്പാക്കുന്നവരെ ആ നിയമങ്ങൾ അതുപോലെ നിലനിൽക്കും. ആൻഡ് പിന്നെ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ലോക്സഭയെല്ലാം പറയുന്ന പോലെ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് തീരുമാനിക്കുന്ന ഒരു ബോഡി ആയിരിക്കും ഓവർസീ ചെയ്യുക. ആൻഡ് നമുക്കറിയാം ആർട്ടിക്കിൾ 243A പ്രകാരം ആരുണ്ട്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അതല്ലാതെ വേറൊരു ബോഡിയും അല്ലെങ്കിൽ കോടതിയിൽ ഈ ഇലക്ഷൻ്റെ കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അതല്ലാതെ വേറൊരു ബോഡിയും അല്ലെങ്കിൽ ഒരു കോടതിയിലും ഈ ഇലക്ഷൻ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു തടസ്സമാണ് ആർട്ടിക്കിൾ 243 പോലുള്ളത്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉറപ്പാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു വീഡിയോ, എങ്കിലും നിർബന്ധമായും മുഴുവനായും കണ്ടിട്ട് തന്നെ
എക്സാം എഴുതണം. ആൻഡ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾസ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ പഞ്ചായത്ത് രാജ് ആക്റ്റിൽ ചെന്ന് നോക്കുക. സോ താങ്ക് യു വൺസ് ഫോർ ഓൾ ദി ബെസ്റ്റ്. വൃത്തിക്ക് പഠിക്കുക. ഓക്കെ.